പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇതുകൊണ്ട് എൻ്റെ പച്ചമുളകാണ്. കണ്ടോ, പച്ചമുളകിനൊന്നും മുരടിപ്പില്ല. നമ്മൾ പച്ചമുളകിന് മുരടിപ്പ് വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ ഡോളാമേറ്റ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്താൽ മുരടിപ്പ് വരാതിരിക്കും. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. ഒരാഴ്ചയിൽ ഒരു 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് പൊടിയായിട്ട് തന്നെ നമ്മുടെ ഈ ചോട്ടിലിട്ട് കൊടുത്തേച്ചാൽ മതി. അന്നേരം ഇതിന് മുരടിപ്പ് വരത്തില്ല. എൻ്റെ പച്ചമുളകിനൊന്നും അങ്ങനെ മുരടിപ്പില്ല. ഉണ്ട്, ഇതിനൊക്കെ പച്ചമുളക് ഉണ്ടായി തുടങ്ങി നല്ല പച്ചമുളകുണ്ട്. വലിയ പച്ചമുളക്, നീളം പച്ചമുളക് ഉണ്ടായി തുടങ്ങിയതേ ഉള്ളൂ, ഉണ്ടായി വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ നിറയെ പൂവൊക്കെ ഇട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കണം. ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിങ്ങനെ ഒഴിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിയുടെയൊക്കെ തൊലിയൊക്കെ ഉണ്ട്, അതുമൊക്കെ ഇട്ട് 2-3 ദിവസം കഞ്ഞിവെള്ളം വെച്ചതിന് ശേഷമാണ് കേട്ടോ നല്ല പച്ചമുളക്, നല്ല വലുപ്പത്തിലുള്ള പച്ചമുളക് അയക്കുന്നത്.